നല്ല ടേസ്റ്റുള്ളതും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായൊരു ചിക്കൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഞാൻ 4 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും പുതിനയിലും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് അരയ്ക്കേണ്ട, അങ്ങനെ ചതച്ചെടുത്താൽ മതി. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കൈ വെച്ചിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. അതേപോലെ ചിക്കനിൽ വരയെല്ലാം ഇട്ട് കൊടുക്കണം, എങ്കിലേ ഉള്ളിലോട്ടെല്ലാം മസാല നന്നായി പിടിക്കുള്ളൂ. നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അതിനെ വറുത്തെടുക്കാനായിട്ട് സ്റ്റൗവിൽ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കനെ ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഇതിനെ വേവിച്ചെടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 6 മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിവശമെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ വീണ്ടും മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെല്ലാം നല്ലപോലെ ചിക്കൻ സോഫ്റ്റായിട്ട് വരും. വേവെല്ലാം ഉള്ളിലോട്ട് നല്ലപോലെ ആവും. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിലെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിനെ വറുത്തെടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല. ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.